അനാശാസ്യ പ്രവർത്തനങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികൾ വർദ്ധിച്ചതോടെ ലൈംഗിക രോഗ ഭീഷണിയിലാണ് പെരുമ്പാവൂർ. ആവശ്യക്കാരെ കാത്ത് മാർക്കറ്റിൽ കറങ്ങുന്ന സ്ത്രീകൾക്ക് 1000 രൂപ മുതൽ 4000 രൂപ വരെയാണ് നിരക്ക്. പലരും ലഹരി വസ്തുക്കളുടെ ക്യാരിയർമാരാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. വേഷം മാറി സഞ്ചരിച്ച് ഞങ്ങൾ ഇത്തരം സ്ത്രീകളെ കണ്ടുമുട്ടി. कितना रुपीस 1500 कितना सर्विस 1 आवर 1 आवर 4000 रूम इधर से कोई पुलिस प्रॉब्लम नहीं है? नहीं है, पुलिस प्रॉब्लम नहीं है. अभी बंद है शाम को, इसलिए हम लोग खड़ा है. देखा है ना किधर भी नाइट में ओके 7 बजे ओके 7 बजे ओके. ലഹരി ഡീലർമാർ തന്നെയാണ് അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ഇടനിലക്കാർ. കച്ചവടം ഉറപ്പിക്കാനും ഇവർ അടുത്തുകൂടും. നിന്റെ ആദ്മി എന്ത്? എനിക്ക് ആദ്മില്ലേ അത് കച്ചറയില്ലല്ലോ, കടയില്ല കച്ചറയില്ല. നീ നേരത്തെ ചോദിക്കാൻ പോയതോ? ബൈക്ക് ചോദിച്ചു, ബൈ പറഞ്ഞുണ്ട്, പിന്നെ ബൈ ഓടിപ്പോയി. കൂടി കണ്ടില്ലേ, ബൈ ഓടിപ്പോയി. എന്റെ കൂടെ നിന്നവനാണോ അവൻ? അവനാണോ കച്ചവടം? ഏതാ ഇവിടെ? ബൈ ഓടിപ്പോയി. मार्केट में पूछो അവന്റെ റേറ്റ് എങ്ങനെ? मालूम नहीं, वो भाई बोला ना आएगा പറഞ്ഞു ഓടിപ്പോയി. ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രമായ ഭായി മാർക്കറ്റിലൂടെ ലൈംഗിക രോഗങ്ങളും പരക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്ക്. ഇവര് ഞങ്ങളെ നാട്ടുകാർ ഓടിച്ചെങ്കിൽ അവർ ഞങ്ങളുടെ എതിരങ്ങളെ തിരിഞ്ഞു വരുള്ളൂ, അല്ലാതെ പോവില്ല. പക്ഷെ ഇവിടെ ഈ എയ്ഡ്സിന്റെ കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട മലയാളികൾ ഏതെങ്കിലും ബാർബർ ഷോപ്പിലൊക്കെ പോയി ഷേവ് ചെയ്യുകയോ എന്തിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വായി മനസ്സറിയാതെ നമുക്കും വരാണ് എയ്ഡ്സ്. അങ്ങനെ ഈ നാട്ടിൽ മൊത്തം നശിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ഉള്ള സ്ഥലമായിട്ട് പെരുമ്പാവൂർ മാറാൻ സാധ്യതയുണ്ട്. പലരും പരിശോധനയ്ക്ക് തയ്യാറാകാത്തതിനാൽ ലൈംഗിക രോഗങ്ങളുടെ കൃത്യമായ കണക്ക് ആരോഗ്യവകുപ്പിന്റെ പക്കലുമില്ല.